ഞാൻ ഈ ഫീൽഡിലേക്ക് വരുമ്പോൾ എനിക്ക് എൻ്റെതായ പേഴ്സണൽ കുറേ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടായിരുന്നു. എനിക്ക് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഞാൻ സ്ട്രഗിൾ ചെയ്യുന്ന കുറേ ഏരിയാസ് ഉണ്ടായിരുന്നു. എനിക്ക് മോൻ ഉണ്ടായി കഴിഞ്ഞിട്ടൊരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഫേസ് ഉണ്ടായിരുന്നു. ഞാൻ ക്ലിനിക്കലി അത് പോയിട്ട് സർട്ടിഫൈ ചെയ്തിട്ടൊന്നും ഇല്ലെങ്കിൽ കൂടി എനിക്ക് അറിയാമായിരുന്നത് ഐ വാസ് ഫേസിങ് പ്രോബ്ലംസ് എന്നുള്ളത്. ആ ഒരു ഫീൽഡിൽ നിന്ന് ഞങ്ങൾക്ക് കുറച്ച് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂസും സ്ട്രഗിൾസും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഡിപ്പ് വന്നു. ഇതിൽ നിന്നൊക്കെ കരകയറാനായിട്ട് എനിക്ക് സാധിച്ചത് ഇങ്ങനെ ഒരു വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തേ പിന്നെയൊക്കെയാണ്. എൻ്റെ പേര് ആൻമേരി ഫിലിപ്പ്. ഞാനൊരു കോമ്പാറ്റ് സ്പോർട്സ് അത്ലീറ്റ് ആണ്. 5 years ആയിട്ട് ഞാൻ ട്രെയിൻ ചെയ്യണു. എൻ്റെ ക്ലബിൻ്റെ പേര് സ്പാറിംഗ് എന്നാണ്. ഞാൻ അവിടെയാണ് ട്രെയിൻ ചെയ്യണതും വർക്ക് ചെയ്യണതും. ഞങ്ങൾക്ക് 2 സെൻറ്റേഴ്സാണ് ഉള്ളത്, എറണാകുളം YMCAയിലും കാക്കനാടും. കിക്ക് ബോക്സിംഗ് ഒരു ഫുൾ കോൺടാക്ട് കോമ്പാറ്റ് സ്പോർട്സ് ആണ്. ഒരു ഹൈബ്രിഡ് മാർഷ്യൽ ആർട്ടാണ്. അതായത് ബോക്സിങ്ങിൻ്റെ പഞ്ചസ്, ഗാർഡ് അങ്ങനത്തെ കാര്യങ്ങളും നമ്മളിപ്പോൾ കരാട്ടെ, തായ്ക്കോണ്ടോ പോലത്തെ ഉള്ള മാർഷ്യൽ ആർട്സ് ഫോംസിൽ നിന്നുള്ള കിക്സും ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫുൾ കോൺടാക്ട് കോമ്പാറ്റ് സ്പോർട്സ് ഫോമാണ് കിക്ക് ബോക്സിംഗ് എന്ന് പറയുന്നത്. കിക്ക് ബോക്സിംഗ് നമ്മൾ പല ഇൻറ്റൻഷനിൽ പ്രാക്ടീസ് ചെയ്യും. സെൽഫ് ഡിഫെൻസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യും. ചിലർ ഫിറ്റ്നസ്സിന് വേണ്ടി ഒരു ഫുൾ ബോഡി വർക്കൗട്ടാണ്. കൈകളും കാലുകളും ഫുൾ ബോഡി വർക്കൗട്ട് വരുന്നതുകൊണ്ട് അതൊരു ഫിറ്റ്നസ് പർപ്പസിന് വേണ്ടി ചെയ്യും. അതുപോലെ കോമ്പറ്റീഷൻസിനും വേണ്ടി പ്രാക്ടീസ് ചെയ്യണവരുണ്ട്. ഞാൻ കോമ്പാറ്റ് സ്പോർട്സ് ഫീൽഡിലേക്ക് വരുന്നത് വളരെ യാദൃശ്ചികമായിട്ടാണ്. ചെറുപ്പത്തിൽ ഞാൻ ഒട്ടും സ്പോർട്സിൽ ആക്റ്റീവ് അല്ലായിരുന്നു. ഗ്രൗണ്ടിൽ പോകില്ലായിരുന്നു. കോളേജ് ലെവലിലൊന്നും ചെയ്യാണ്ടിരുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളിൽ പലരും ചെയ്യണ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് പറ്റില്ല എന്നുള്ളൊരു ചിന്ത എനിക്ക് എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു. അപ്പം മോനുണ്ടായിക്കഴിഞ്ഞപ്പോൾ അവനെ ഒരു അത്ലീറ്റ് ആക്കണം. ക്രിസ് എന്നാണ് എൻ്റെ മോൻ്റെ പേര്. അപ്പോൾ ക്രിസിനെ ഒരു അത്ലീറ്റ് ആക്കണം, ഏതെങ്കിലും ഒരു ഫീൽഡിൽ, പ്രത്യേകിച്ച് മാർഷ്യൽ ആർട്സോ അല്ലെങ്കിൽ കോമ്പാറ്റ് സ്പോർട്സിൽ കൊണ്ടുവരണം എന്ന് എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിലും അന്ന് ചെയ്തിരുന്ന ജോലിയും താമസിച്ചിരുന്ന സ്ഥലവും വെച്ചിട്ട് എനിക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ആക്സിഡൻ്റലായിട്ട് ഞാൻ ഒരു കിക്ക് ബോക്സിങ്ങിൻ്റെ ഷോ കാണാൻ പോയി. ആ ഷോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായാലും ക്രിസിനെ അവിടെ എൻറോൾ ചെയ്യണം എന്ന് തീരുമാനിച്ച് ഞാൻ കാക്കനാട് ഞങ്ങളുടെ കോച്ചിൻ്റെ ക്ലാസ് ആയിരുന്നു, അത് കിരൺ എന്നാണ് എൻ്റെ കോച്ചിൻ്റെ പേര്. അങ്ങനെ സാറിൻ്റെ ക്ലാസ് അന്വേഷിച്ച് പോയി ക്രിസിനെ അവിടെ ചേർത്തു. ക്രിസിനെ ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു 1.5 മണിക്കൂർ to 2 മണിക്കൂറാണ് ക്ലാസ്സിൻ്റെ ഡ്യൂറേഷൻ പറഞ്ഞത്. അപ്പോൾ വീട്ടിൽ പോയി തിരിച്ചു വരണ്ടല്ലോ എന്ന് ഓർത്ത് അവിടെ വെയിറ്റ് ചെയ്യുന്ന ടൈമിൽ ഞാനും അവൻ്റെ കൂടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. അന്ന് ഞങ്ങളിങ്ങനെ പറ്റയാണ് നിൽക്കണത്. ക്രിസിൻ്റെ സൈഡിൽ ഞാൻ ചെയ്യണത് നോക്കി ക്രിസ് ചെയ്യും. അങ്ങനത്തെ ഒരു മോഡലാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഒരു ഫ്യൂ ക്ലാസ്സസ് കഴിഞ്ഞപ്പോഴത്തേക്കും കോച്ച് എന്നെയും പതുക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. മറ്റേന്ന് പറഞ്ഞാൽ ഞാൻ അമ്മ എന്നുള്ള രീതിയിൽ പുറകിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകണു, അങ്ങനെയായിരുന്നു. പക്ഷേ ലേഡീസ് ഈ ഫീൽഡിൽ കുറവായതുകൊണ്ടും ഞാൻ അത്ര ഇൻട്രസ്റ്റ് എടുത്ത് പോണത് കണ്ടതുകൊണ്ടായിരിക്കും കോച്ച് എന്നെയും പതുക്കെ ശ്രദ്ധിക്കാനും ഒന്ന് ഡെവലപ്പ് ചെയ്യാനായിട്ടൊക്കെ ട്രൈ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ഉണ്ടായിരുന്നു. ഞങ്ങൾ പ്രോപ്പറായിട്ട് അതിന് പ്രാക്ടീസ് ചെയ്ത് ഞാൻ അതിന് ഇറങ്ങി. അന്ന് കോച്ച് തന്ന ഒരു ധൈര്യത്തിൻ്റെ പുറത്താണ് ഇറങ്ങിയത്. ആദ്യം എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്നെക്കൊണ്ട് പറ്റില്ല, മോനെ എന്തിനു വേണമെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യിച്ചോളൂ എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും അന്ന് തന്ന ഒരു ധൈര്യവും എന്നിൽ കാണിച്ച ഒരു ട്രസ്റ്റിൻ്റെ പേരിൽ ഞാൻ ഇറങ്ങിയതാണ് ഒരു കോമ്പറ്റീഷന്. അന്ന് എനിക്കൊരു ഗോൾഡ് മെഡൽ കിട്ടി. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഒരു സെൽഫ് കോൺഫിഡൻസും ബൂസ്റ്റും ആയിരുന്നു. നോർമലി നമ്മൾ എന്താ വിചാരിക്കുക, ഒരു ചാമ്പ്യൻഷിപ്പിന് പോയി അത് കഴിഞ്ഞു, അങ്ങനെ വിചാരിച്ചിട്ട് തന്നെ ഞാനും പോയത്. ഒരു സ്റ്റേറ്റിന് ഗോൾഡ് അടിച്ചു. എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ മെഡലും സർട്ടിഫിക്കറ്റും ഒക്കെയാണ്. സ്കൂൾ ലെവൽ തൊട്ട് വേറെ ഒന്നിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ഒരാളായതുകൊണ്ട് അത് കിട്ടിയ സന്തോഷത്തിൽ ഞാൻ അങ്ങനെ ഇനിയിപ്പോൾ ട്രെയിനിങ് ഒക്കെ പതുക്കെ ക്ലാസ്സുകൾ പോകണോടത്തോളം പോട്ടെ എന്ന് ഓർത്തിരുന്നപ്പോഴാണ് വീണ്ടും കോച്ച് പറഞ്ഞത് ലേഡീസ് ഈ ഫീൽഡിൽ കുറവായതുകൊണ്ട് താനിത് ചെയ്തിട്ടുണ്ടെങ്കിൽ പലർക്കും അതൊരു മോട്ടിവേഷൻ ആകും എന്ന് പറഞ്ഞ് എന്നെ എൻകറേജ് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു ഇന്ത്യൻ ഓപ്പൺ ഇൻ്റർനാഷണൽ കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് വരുന്നുണ്ടായിരുന്നു. ഒരു 8-9 മാസം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിൽ നിന്ന് മെഡൽ എനിക്ക് ഗോൾഡ് കിട്ടിയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി അതിലേക്കൊരു സിലക്ഷൻ വന്നു. ഞാൻ ആ സമയത്ത് ഇച്ചിരി വണ്ണമൊക്കെ വെച്ചിരിക്കുന്ന ടൈമായിരുന്നു. അപ്പോൾ കൂടുതൽ ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ അത് കുറയ്ക്കാനായിട്ടൊരു ഉപാധിയാവും. അന്ന് ഞാൻ ജോലി ക്വിറ്റ് ചെയ്തിരിക്കണം, എനിക്ക് ഇച്ചിരി ഫ്രീ ടൈം ഉള്ള ടൈമാണ്. അപ്പോൾ എൻ്റെ ടൈം യൂട്ടിലൈസ് ചെയ്യാനായിട്ടുള്ള ഒരു മാർഗവും കൂടി ആയിട്ടാണ് ഞാനിതിനെ കരുതിയത്. ഞാൻ സ്റ്റാർട്ട് ചെയ്യണത് 34 ഇയേഴ്സിലാണ്. അപ്പോൾ അതിൻ്റേതായ പിന്നെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയോ അങ്ങനെ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാത്തതിൻ്റേതായ
ഫ്ലെക്സിബിലിറ്റി പ്രശ്നങ്ങൾ, അങ്ങനത്തെ ബോഡി റിലേറ്റഡ് ആയിട്ടുള്ള പല ഇഷ്യൂസും എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ കോച്ചിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും സാറ് സജസ്റ്റ് ചെയ്ത പ്രകാരം എൻ്റെ ട്രെയിനിങ്ങിൻ്റെ അവേഴ്സ് നമ്മൾ പതുക്കെ ഒന്ന് റീഷെഡ്യൂൾ ചെയ്തു. അപ്പോൾ ഇപ്പം യങ് ആയിട്ടുള്ളൊരു കുട്ടി, യങ് എന്ന് ഞാൻ പറയണത് ചെറുപ്പത്തിലേ സ്റ്റാർട്ട് ചെയ്തൊരു കുട്ടി ഒരു 2 മണിക്കൂർ ട്രെയിൻ ചെയ്യണ സമയത്ത് എനിക്ക് ചിലപ്പം 4 മണിക്കൂർ ട്രെയിൻ ചെയ്യേണ്ടി വരും അവർ ചെയ്യണ ഒരു മൂവ് ചെയ്യാനായിട്ട്. പക്ഷെ ഞാൻ അതിന് വില്ലിങ് ആയിരുന്നു. കാരണം എനിക്ക് ലൈഫിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഒരാൾ നമുക്ക് തരുന്നൊരു ടൈമും എഫേർട്ടുമാണ്. അപ്പോൾ അത് തരാനായിട്ടൊരു കോച്ച് റെഡിയായി എൻ്റെ ലൈഫിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിനനുസരിച്ച് ഔട്ട്പുട്ട് കൊടുക്കാനായിട്ട് ഞാൻ റെഡിയായിരുന്നു. ടൈം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. എൻ്റെ മൈൻഡിലുണ്ട് മോനും ഇതിൽ തന്നെ ഡെവലപ്പ് ചെയ്ത് വരേണ്ടതാണ്. അപ്പോൾ ഇറ്റ്സ് ഗുഡ് ഇഫ് ഐ സ്റ്റേ ഇൻ ദിസ് ഫീൽഡ് എന്നുള്ളൊരു ഓവറോൾ ഔട്ട്ലുക്കിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു 8 to 9 months ഇൻറ്റൻസ് ആയിട്ടുള്ള ട്രെയിനിങ് ആയിരുന്നു ആഫ്റ്റർ ദി സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ്. അപ്പോൾ രാവിലെ ക്രിസ് സ്കൂളിൽ പോകും 7:30 ആകുമ്പോൾ. ഒരു 7:40 ആകുമ്പോൾ ഞാൻ ഇറങ്ങി ഇവിടെ YMCA ഞങ്ങളുടെ ഒരു സെൻറ്റർ ഉള്ളത്, എറണാകുളം YMCA. അവിടുത്തെ സെൻറ്ററിൽ വരും. ഒരു 8 മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഷെഡ്യൂൾ 12 മണി 12:30 വരെ, ലഞ്ച് ടൈം വരെ ഷെഡ്യൂൾ അങ്ങനെ പോകും. തിരിച്ച് വീട്ടിൽ പോയി ക്രിസ് സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോൾ അവനെ വിളിച്ചിട്ട് വീണ്ടും 5:30-6 മണിയാകുമ്പോൾ അടുത്ത ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യും. അത് പിന്നെ 9-9:30 വരെ പോകും. അപ്പോൾ എൻ്റെ കാര്യത്തിൽ ഇതുപോലെ 7 to 8 hours ഓഫ് വർക്ക് ഓൾമോസ്റ്റ് ഡെയിലി ആ ഒരു 8 മാസത്തോളം നമ്മൾ ചെയ്താണ് ആ ഒരു ഇൻ്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിലേക്ക് പോകുന്നത്. അപ്പോൾ അന്ന് എനിക്ക് ഡബിൾ ഗോൾഡ് കിട്ടി. അതിൽ നിന്നാണ് എൻ്റെ ലൈഫിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് വന്നത്. എൻ്റെ ഒരു ഏജ് കൺസിഡർ 34-ാമത്തെ വയസ്സിൽ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ കോമ്പീറ്റ് ചെയ്ത് മെഡൽ കിട്ടാൻ പറ്റുമെന്നും മോൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യാം എന്നുള്ള ഒരു ആംഗിളും ഒക്കെ പലർക്കും പുതിയതായിരുന്നു. എന്നെ കാണുന്ന പലരും എൻ്റെ അടുത്ത് പറയാറുണ്ട്, എന്തൊരു നല്ല കാര്യമാണ് മകൻ്റെ കൂടെ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റണു, നിങ്ങൾക്ക് ഒരുമിച്ച് ടൈം കിട്ടണു, അവൻ്റെ കൂടെ സ്പാർ ചെയ്യണു. എനിക്ക് തോന്നുന്നു വർഷങ്ങളായിട്ട് ഞങ്ങൾ ചെയ്യണ ഒരു കാര്യമായതുകൊണ്ട് അത് എനിക്ക് നോർമലാണെങ്കിലും അതെനിക്ക് തോന്നുന്നു സൊസൈറ്റിയിൽ ഒരു സ്റ്റീരിയോ ടൈപ്പ് ബ്രേക്ക് ചെയ്ത ഒരു സംഭവമായിരുന്നു എന്ന് തോന്നുന്നു. ദാറ്റ് ഒരു ലേഡി ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് വന്ന് ലോങ് ടേം ആയിട്ട് ഇതിൽ നിന്ന് ആഫ്റ്റർ മാരേജ് കുട്ടിയൊക്കെ ഉണ്ടായി കഴിഞ്ഞ് വന്ന് സ്റ്റാർട്ട് ചെയ്ത് കോമ്പീറ്റ് ചെയ്ത് ഈ ഒരു ഫീൽഡിൽ നിൽക്കുക എന്നുള്ളത്. അതിലുപരി കുറേ പേര് ഇതിലേക്ക് കടന്നു വരുന്നുണ്ട്. കുറേ പെൺകുട്ടികളും ആൺകുട്ടികളാണെങ്കിൽ കൂടി അവർ 25-28 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ചിന്തിക്കണത് ഇനിയിപ്പോൾ കോമ്പറ്റീഷനൊന്നും ഇറങ്ങാൻ പറ്റില്ല. പക്ഷെ ആ ഒരു മൈൻഡ് സെറ്റൊക്കെ ബ്രേക്ക് ചെയ്യാനായിട്ടും അങ്ങനത്തെ ഒരു ബാരിയേഴ്സൊക്കെ ബ്രേക്ക് ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ജേർണിയിലൂടെ എനിക്ക് സാധിച്ചു. എൻ്റെ ലൈഫിൽ ഒരു അച്ചീവ്മെൻ്റ് വന്നത് ഞാനൊരു റെഗുലർ വർക്കിംഗ് വുമൺ അല്ലെങ്കിൽ ഒരു അമ്മ എന്നത് മാറി ഞാനൊരു ബിസിനസ് വുമൺ എന്നുള്ള രീതിയിൽ എനിക്കൊരു ട്രാൻസ്മിഷൻ വന്നു. ഇപ്പോൾ സ്പാറിംഗ് എന്നാണ് ഞങ്ങളുടെ ജിമ്മിൻ്റെ പേര്. അപ്പോൾ എൻ്റെ കോച്ചിൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യാനായിട്ട് ഒരവസരം കിട്ടിയപ്പോൾ ഞങ്ങൾ കാക്കനാട്, ഇപ്പോൾ ഞങ്ങൾക്ക് YMCA മെയിൻ സെൻറ്റർ, കാക്കനാട് ഒരു സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാനായിട്ടുള്ളൊരു ഭാഗ്യം ഉണ്ടായി. അപ്പോൾ 2021 നമ്മളത് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അത് എൻ്റെ ലൈഫിൽ വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. പിന്നെ എനിക്കായിട്ട് ഞാനൊരു സ്റ്റുഡൻ്റായിട്ട് ഇവിടെ വന്നിട്ട് ഇപ്പോൾ എനിക്ക് കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട് എന്നുള്ളത് ഞാൻ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് കണക്കാക്കണം. അവരെ ഗൈഡ് ചെയ്യാനും മെൻറ്റർ ചെയ്യാനുമായിട്ട് എൻ്റെ കോച്ച് എനിക്ക് എന്ത് ചെയ്തു തന്നോ അതെനിക്കിപ്പോൾ പല പിള്ളേർക്കും ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ. ഞാൻ ഒരിക്കലും ഒരു കോമ്പറ്റീഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്ന് ഓർത്ത് ഇതിലേക്ക് വന്ന ആളല്ല. പക്ഷെ ഇപ്പോൾ ഈ കോമ്പറ്റീഷൻസ് ആണ് എൻ്റെ ലൈഫ്. കാരണം ഓരോ കോമ്പറ്റീഷനിലുള്ള പ്രിപ്പറേഷനും ആ വെന്യൂവിൽ ചെന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന ലേണിങ്സും, അത് നമ്മൾ എപ്പോഴും പറയും, നമ്മൾ ഇവിടെ ജസ്റ്റ് ജിമ്മിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എത്ര മണിക്കൂർ പ്രാക്ടീസ് ചെയ്താലും ചിലപ്പോൾ റിങ്ങിൽ നിന്ന് കളിക്കണ ഒരു 15 മിനിറ്റ് കളിക്കണ മാച്ചിലായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ലേണിങ്സ് കിട്ടാൻ പോണത് എന്ന് പറയും. അപ്പോൾ അതുപോലെ ഓരോ റിംഗ് സൈഡിൽ പോയിട്ട് എൻ്റെ ബാക്കി ടീംമേറ്റ്സ് എൻ്റെ മാച്ചസ് ഒബ്സർവ് ചെയ്യുക, അവിടെ കിട്ടുന്ന ഒരു ഹരമുണ്ട്. നമ്മളിപ്പോൾ ഒരു ക്രിക്കറ്റ് കാണാൻ പോകുമ്പോഴോ ഫുട്ബോൾ മാച്ച് കാണാൻ പോകുമ്പോഴോ ഉള്ളൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ അതാണ് എൻ്റെ ലൈഫ്. നമ്മളപ്പോൾ കാത്തിരിക്കുന്നത് അടുത്ത ചാമ്പ്യൻഷിപ്പ് എപ്പോഴാണ്, അതിന് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ് എപ്പോഴും അങ്ങനെയാണല്ലോ. നമുക്ക് ലൈഫിലൊരു ഗോൾ വരുമ്പോൾ നമ്മൾ അതനുസരിച്ച് ട്രെയിൻ ചെയ്യും. അപ്പോൾ അടുത്ത ചാമ്പ്യൻഷിപ്പ് വരുമ്പോൾ അതിലെന്ത് മാറ്റങ്ങൾ വരുത്തണം, എന്ത് പുതിയത് പഠിച്ച് അപ്ലൈ ചെയ്യാൻ പറ്റും, ഇപ്പോൾ ഏത് വീക്ക് ഏരിയാസ് ഉണ്ട്, അതെങ്ങനെ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും, അതൊക്കെയാണ് ഇപ്പം മനസ്സിലുള്ള ചിന്തകളും എൻ്റെ ജേർണി. ഞാൻ കിക്ക് ബോക്സിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പലർക്കും മനസ്സിൽ ഭയമായിരുന്നു, ഒത്തിരി ഇഞ്ചുറി വരുമോ അങ്ങനെ. ഇപ്പം എൻ്റെ ഫാമിലിയിൽ തന്നെ
പേരൻസിനൊക്കെ ഒത്തിരി കൺസേൺ ഉണ്ടായിരുന്നു, ഇഞ്ചേർഡ് ആവുമോ, അങ്ങനത്തെ കാര്യങ്ങൾ, ഡേഞ്ചറസ് ആയിട്ടുള്ള സ്പോർട്സ് ആണോ എന്നൊക്കെ ഉള്ളത്. ഇൻ ജനറൽ ആ ടൈമിൽ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ് അതായിരുന്നു, ഇതൊരു ഡേഞ്ചറസ് സ്പോർട്സ് ആണ്, ബോക്സിംഗ് പോലെ തലയിൽ ഇടികൊള്ളും, ഫേസിന് ഇടികൊള്ളും എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഇപ്പോൾ പതുക്കെ ആറ്റിറ്റ്യൂഡ് മാറി തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ ഉള്ള ജനറേഷൻ കുറേം കൂടി അവെയർ ആണ്. പ്രോബ്ലി സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ഒക്കെ ആയിരിക്കും. വരുമ്പോൾ തന്നെ പലരും ഇൻഫോംഡ് ആയിട്ടാണ് വരണത്. കുട്ടികളെന്ന് വെച്ചാൽ അവർക്ക് ക്ലിയർ ആണ്, അവർക്ക് ബോക്സിങ് ചെയ്യണം അല്ലെങ്കിൽ കിക്ക് ബോക്സിങ് ചെയ്യണം, ഇന്ന പർപ്പസിന് വേണ്ടി ചെയ്യണം, കോമ്പീറ്റ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ പതുക്കെ ആറ്റിറ്റ്യൂഡ് മാറി തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ഒരു ജേർണിയിൽ നിന്ന് എനിക്ക് ഇനിയുള്ള ജനറേഷൻ്റെ അടുത്ത് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുവാണെങ്കിൽ ഡു തിങ്സ് ഡിഫറെൻ്റ്ലി, ഡു ഡിഫറെൻറ്റ് തിങ്സ്. കാരണം ഈ ഡിഫറെൻറ്റ് തിങ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ ദാറ്റ് പാത്ത് വിൽ ബി ലെസ് ക്രൗഡഡ്. പിന്നെ ഇപ്പോൾ ഈ വേൾഡ് ഇസ് ഫുൾ ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. പല വേരീഡ് ആയിട്ടുള്ള കരിയർ ഓപ്ഷൻസും പ്രൊഫഷൻസും ഉള്ള ഒരു വേൾഡാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഗോ ഫോർവേഡ് ആൻഡ് ട്രൈ ദാറ്റ്. കാരണം നമ്മൾ ട്രൈ ചെയ്യുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പോൾ പലരും നമ്മുടെ അടുത്ത് പറയാറുണ്ട്, നേരത്തെ സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ, എനിക്കും തോന്നാറുള്ള കാര്യം ചെറുപ്പത്തിലേ സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു റിഗ്രറ്റ് വെച്ച് ഒരിക്കലും ഇരിക്കരുത്. നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുക. അതുപോലെ എൻ്റെ ഒരു ഏജ് ഗ്രൂപ്പിലും ഇതിലും മേലെ ഉള്ളവരുടെ അടുത്തും എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ്. നിങ്ങൾ ഏജ് നിങ്ങളെ റെസ്ട്രിക്റ്റ് ചെയ്യണതായിട്ട് ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത്. ട്രൈ ചെയ്യുക, പറ്റുന്നതാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക, ഇല്ലെങ്കിൽ അടുത്ത കാര്യത്തിലേക്ക് മൂവ് ചെയ്യാം നമുക്ക്.